ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി വയ്ക്കാമല്ലോ. ഞാനിപ്പോൾ 2 kg അളവാണ് കാണിക്കുന്നത്. 1 kg ഇതിൻ്റെ നേർപകുതി എടുത്താൽ മതി. ഒരു അരിപ്പയിലോട്ട് 2.25 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് ചേർത്ത് നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കുക. എന്നിട്ടൊരു പാത്രത്തിലോട്ട് ഒരു 6 മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിലോട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര. 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത് വെച്ചാൽ 1 കപ്പ് നമ്മൾ കാരമലാണ് ചേർക്കുന്നത്. ഷുഗർ കാരമൽ ചെയ്തിട്ട് 1 കപ്പ് പഞ്ചസാരയുടെ. ഇനി കാരമൽ ചേർക്കാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർക്കണം കേട്ടോ. എന്നിട്ട് കാരമലിൻ്റെ കളറ് ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു കളർ കിട്ടും, അല്ലെങ്കിൽ വൈറ്റ് കളറിലാവും കേക്ക്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പിൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഒന്നങ്ങോട്ട് ബീറ്റ് ചെയ്തിട്ടാൽ മതി. അതിലോട്ട് നമ്മൾ ഷുഗർ കാരമൽ ഉണ്ടാക്കി നന്നായിട്ട് തണുത്ത കാരമലാട്ടോ, ചൂടോടെ ഒഴിക്കരുത്. നന്നായിട്ട് തണുത്ത ശേഷം അതൊരു കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് ഇട്ട് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം കേട്ടോ. എന്നിട്ട് ബാക്കി കുറച്ച് മൈദ ഉള്ളതിലോട്ട് പകുതി ചേർത്തിട്ട് അതിൻ്റെ ബാക്കി മൈദയിലോട്ട് ക്യാരറ്റ് ആ മൈദേൻ്റെ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി മൈദ പൊടിയിൽ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ക്യാരറ്റ് അടിക്ക് താന്ന് പോട്ടോ. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്യാരറ്റ് വന്നാൽ പിന്നെ കടിക്കാനൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല തിക്കായിട്ട് വേണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാരറ്റും മുന്തിരിയൊക്കെ താഴേക്ക് താന്ന് പോകും. ബേക്ക് ചെയ്ത് കേക്കായി വരുന്ന സമയത്ത് കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അല്ലേ എന്താണ്ടോ, ഇപ്പോൾ തിളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അത് താന്ന് പോകും അടിയിലോട്ട്. എന്നിട്ട് ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35-40 മിനിറ്റ് എടുത്തിട്ട് വേണം നമ്മൾ 1 kg ബേക്ക് ചെയ്യാൻ കേട്ടോ. ഓരോരോ ഓവൻ അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഞാൻ 50 പീസ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.